ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു രസകരമായ അടുത്ത പറ്റീൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പെട്രോൾ പമ്പിൽ നടന്നൊരു സംഭവമാണ്. അതെനിക്ക് തന്നെ 250 രൂപയ്ക്ക് പുനലൂരിനും അഞ്ചലിനും ഇടയ്ക്കായിട്ട് കരവാളൂർ എന്ന സ്ഥലത്ത് നിന്ന് എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എണ്ണ അടിച്ചത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ അറിയാൻ പറ്റുമല്ലോ ഈ എണ്ണ എവിടെ വരെ ഉണ്ടായിരുന്നെന്നും എത്ര രൂപയ്ക്ക് അടിച്ചാൽ എത്ര ഇടം വരെ എത്തുന്നുള്ളതും വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇത് 250 രൂപയ്ക്ക് ഏകദേശം റെഡിൻ്റെ അവിടെ വരെ ഉണ്ടായിരുന്നു, റെഡ് കവർ ചെയ്ത് വരുന്ന കവർ ഉണ്ടായിരുന്നു. അപ്പോൾ 250 രൂപയ്ക്ക് അടിക്കുമ്പോൾ ഏകദേശം ഫുള്ളാവും. അങ്ങനെ 250 രൂപയ്ക്ക് എണ്ണ അടിച്ച് നോക്കുമ്പോൾ വണ്ടിയിൽ ഒത്തിരി കൂടുതൽ കയറിയിട്ട് 50 രൂപയുടെ അത്രയ്ക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ ആദ്യം വിചാരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും വിചാരിച്ച് കുറച്ച് ദൂരം പോയിട്ട് റിട്ടേൺ വന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു, കാരണം ഇയാൾ എന്നെ പറ്റിച്ചോ എന്നുള്ളൊരു ചിന്തയിൽ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ കാരണം സ്പീഡോമീറ്റർ കുറച്ച് ഇത് കരിഞ്ഞതുപോലെ ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ എണ്ണ അടിക്കാൻ വരുന്നവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വ്യക്തതയില്ല. പൊതുവെ എനിക്ക് കാഴ്ച കുറേ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ദൂരെ വലുതായിട്ട് ഇത് കാണത്തില്ലല്ലോ. പോരാത്തിന് ഈ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ ബ്ലറായിട്ട് നിന്നത് കാരണം അതും കൂടെ കാണുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ തിരിച്ച് വന്നിട്ട് എണ്ണ അടിച്ചെന്ന് പുള്ളിക്കാരോട് ചോദിച്ച് എത്ര രൂപയ്ക്ക് എണ്ണ അടിച്ചെന്ന് ചോദിച്ചു. അത് 250 രൂപയ്ക്ക് എണ്ണ അടിച്ചത് ഉറപ്പാണോ? ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 250 രൂപയ്ക്ക് എണ്ണ അടിച്ച് ഇങ്ങനെ വരേണ്ടി അതിൽ എന്താ വന്നില്ല കാണുന്നില്ല. അത് ചിലപ്പം അത് കംപ്ലയിൻ്റ് ആയി കാണുമായിരിക്കും, ചിലപ്പോൾ റൺ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആണോ എൻ്റെ വണ്ടിക്ക് എന്താണെന്നുള്ളത് എനിക്കല്ലേ അറിയത്തുള്ളൂ. അവിടെ നിന്ന് എണ്ണ അടിച്ചെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പോയിട്ട് വരാം, ചിലപ്പോൾ ഈ പറഞ്ഞ ഞാൻ അപ്പോഴങ്ങനെ ഞാൻ കംപ്ലയിൻ്റ് ആയോ അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ പുനലൂർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പുനലൂരാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് അഞ്ചലാണ്. അങ്ങനെ ഞാൻ പുനലൂർ പോയിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആ ഒരു നിലയിൽ തന്നെ നിൽക്കുകയാണ്. അത് എന്നൊക്കെ മാറിയിട്ടൊന്നുമില്ല. എനിക്കങ്ങ് ദേഷ്യം സഹിക്കാൻ വയ്യ. കാരണം പറ്റിയിട്ട് നമുക്കിപ്പോൾ ഈ മനഃപൂർവ്വം ഒരാളെ ചോദിച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ. ഇത് നമ്മളെ പറ്റിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു വൈബ്രേഷൻ ഇങ്ങനെ വരും, നല്ലപോലെ വരും. പിന്നെ അതിങ്ങനെ ചോദിച്ച് ഇതാക്കിയെങ്കിലേ നമുക്ക് ഒരു മൈൻഡിനൊരു ക്ലിയർ ആവത്തുള്ളൂ. അങ്ങനെ ഞാൻ റിട്ടേൺ വന്നിട്ട് അവിടെ കയറിയപ്പോൾ ഇയാൾക്കൊരു ഇത് മനസ്സിലായി, അയാളുടെ പെട്ടെന്നുള്ള ആ ഒരു ഭാവ വ്യത്യാസമൊക്കെ മാറി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ തരുമല്ലോ, നിങ്ങൾ ഇതുപോലെ ആരുടെയും കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് 2 വഴക്കൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് നിങ്ങൾ ആ പൈസ തരേണ്ട. വേറെ 200 രൂപ കൂടെ അടിക്കുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ 800 രൂപയ്ക്ക് അടിച്ച് അവിടേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇയാൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം പറ്റിക്കാൻ നോക്കി തന്നെ. കാരണം ഞാൻ തിരിച്ച് പോയിട്ട് വന്നപ്പോഴെങ്കിലും ഇയാൾ പറയുന്നുണ്ട്. അവസാനം ഞാൻ രണ്ടാമത്തെ തവണ അവിടെ കയറി എടുത്ത് വെച്ചപ്പോൾ അത് 250 അടിച്ച് ചിലപ്പോൾ 2 വന്നിട്ടുണ്ടാവില്ല, അതായിരിക്കും 50 മാത്രമേ വന്നിട്ടുണ്ടാവുള്ളായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അയാൾ തിരുത്തി റെഡിയാക്കി തരണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഓരോരോ കള്ളത്തരങ്ങളും ഒക്കെ. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ എല്ലാവരും ചിലപ്പോൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളെന്തെങ്കിലും കാര്യമായിട്ട് ചിന്തിച്ചിട്ട് നമ്മളങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷേ ഞാനാണെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ അത് എണ്ണയുടെ കട്ടി ഇവിടെ വന്നു എന്നുള്ളത് ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് ഉണ്ടാവില്ല. എന്തായാലും അത് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ.